അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു തട്ടുകടയിലേക്കാണ് പോകുന്നത്. തട്ടുകടേൻ്റെ പേര് ജാനു മീനു. എനിക്കറിയില്ലായിരുന്നു, കൂട്ടുകാർ പറഞ്ഞ പ്രകാരം പോയതാണ്. പക്ഷെ ചെറിയൊരു വീടായിരുന്നു. എനിക്കൊരു സംശയം, ഇവർ പറഞ്ഞു നല്ല നെയ്പ്പത്തിൽ ബീഫ് ചിക്കനൊക്കെ കിട്ടുന്ന സ്ഥലമാണെന്ന്. അപ്പം ചുറ്റും കൃഷിയൊക്കെയുള്ള ഒരു സ്ഥലം. ഞാൻ അതിൻ്റെ ആ തട്ടുകടയുടെ നേരെ കിച്ചൺ ഭാഗത്തേക്ക് പോയി. നല്ല ഫേമസ് ആയ തട്ടുകടയെന്ന് അറിയാൻ പറ്റി. അപ്പം നേരെ ഞാൻ കിച്ചൺ ഭാഗത്തേക്ക് പോയി. അപ്പോൾ ഇവിടുന്ന് ലൈവായിട്ട് നെയ്പ്പത്തിൽ ദോശ എല്ലാം ലൈവായിട്ട് തന്നെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പം ഞാൻ നേരെ കിച്ചൺ ഭാഗത്ത് പോയപ്പോൾ നല്ല നാടൻ ചിക്കന് കുരുമുളകൊക്കെ ഇട്ട് അതിൻ്റെ മുട്ടയടക്കം ഇട്ട് സൂപ്പറായിട്ട് കുരുമുളക് ഇട്ടിട്ട് വരട്ടുന്നുണ്ട്. ഭയങ്കര സന്തോഷമായി, കാണുമ്പോൾ തന്നെ ഇഷ്ടമായി. നേരെ ചൂടുള്ള നെയ്പ്പത്തിലും ദോശയും ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈക്കും പറഞ്ഞു. നല്ല ബീഫ് ഫ്രൈ ഇവിടെ കിട്ടുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നല്ലോണം വിശന്നിട്ടാണ് പോയത്. ഞാൻ ലൈവ് കിട്ടുമ്പം വലിയൊരു സന്തോഷം എനിക്ക്. കാരണം വെച്ചാൽ ലൈവ് കിട്ടുന്ന ഫുഡ് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ദോശ കഴിക്കാറില്ല. അങ്ങനെ ഇവർ പറഞ്ഞു കുത്തിയരിയുടെ ദോശയാണെന്ന്. അങ്ങനെ ദോശക്കും പറഞ്ഞു. നല്ല ചൂടുള്ള ദോശ ആദ്യം എത്തി. അതിൻ്റെ കൂടെ നല്ല നാടൻ ചിക്കന് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫും നല്ല അടിപൊളി ബീഫായിരുന്നു. അങ്ങനെ ചൂടുള്ള നെയ്പ്പത്തിലും ദോശയും ബീഫും ചിക്കനൊക്കെ കഴിച്ചു. പക്ഷെ ചിക്കൻ ഫ്രൈക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഫ്രൈ കുറച്ച് കിട്ടാൻ ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ചൂടുള്ള നെയ്പ്പത്തിൻ്റെ കൂടെ സൂപ്പർ തന്നെ, പറയാൻ വാക്കുകളില്ല. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ തട്ടുകടയിലേക്ക് പോകുന്നത്. പക്ഷെ അതിൻ്റെ സാലനയും കൊണ്ടുതന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ചൂടുള്ള ദോശയും നെയ്പ്പത്തിലൊക്കെ കഴിച്ച് അതിൻ്റെ കൂടെ അവർ ഇതിൻ്റെ സാലനയും കൊണ്ടുതന്നു. ചിക്കൻ ഫ്രൈ ആവാൻ കുറച്ച് വൈകി. കാരണം 5 മണിക്കാണ് അവിടെ കച്ചവടം തുടങ്ങൽ. നമ്മൾ ഒരു 4 മണിക്ക് പോയത് കാരണം ചിക്കൻ ഫ്രൈ കുറച്ച് വൈകി. പക്ഷേ നല്ല സൂപ്പർ ചിക്കൻ ഫ്രൈ. അങ്ങനെ നമ്മൾ ഒരുപാട് കഴിച്ച് നല്ല ഇഷ്ടമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് കട്ടൻ ചായക്കും പറഞ്ഞു. കട്ടൻ ചായയും കുടിച്ച് നമ്മളങ്ങനെ അവിടെ നിന്ന് വിട്ടു. നല്ല ഉണ്ടായിരുന്നു.